അമ്പുകുട്ടാ ഹൊയ്യാ ഹൊയ്. കളി കളി കളി. ഹലോ, ഇന്ന് നമ്മളൊരു കുഞ്ഞ് ട്രിപ്പ് പോകാനുള്ള പ്ലാനിലാണ്. അപ്പോൾ രാവിലെ ഒരു 6 മണിയായിട്ടേ ഉള്ളൂ സമയം. അപ്പം നമ്മൾ പോകുന്നത് വേറെ എങ്ങോട്ടുമല്ല, വാഗമണ്ണിലാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ലഗേജ് ഒക്കെ പാക്ക് ചെയ്ത് നമ്മളിതാ വണ്ടിയിൽ കയറിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ എൻ്റെ വീടിൻ്റെ അതുവഴിയാണ് കേട്ടോ പോകാൻ പോകുന്നത്. കാരണം എൻ്റെ അനിയനും കൂടി വരുന്നുണ്ട് നമ്മുടെ കൂടെ. അങ്ങനെ അവനെയും കൂടി പിക്ക് ചെയ്യണം. അങ്ങനെ നമ്മൾ അവനെ വിളിച്ചുകൊണ്ട് നേരെ എരുമേലി വഴിയാണ് കേട്ടോ പോകാൻ പോകുന്നത്. അവിടുന്ന് എരുമേലി കഴിഞ്ഞ് കുറച്ച് മുമ്പോട്ട് ചെന്നപ്പോഴത്തേനും നല്ല കാടായി തുടങ്ങി. അന്ന് നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനെ കൊണ്ട് കയറിയതാണ് കേട്ടോ. അപ്പവും പൊറോട്ടയൊക്കെയാണ് നമ്മൾ കഴിച്ചത്. ഫുഡൊന്നും കുഴപ്പമില്ലായിരുന്നു, അത്യാവശ്യം നല്ല ഫുഡായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി. എൻ്റെ അനിയന് പിന്നെ പത്തനംതിട്ട ജില്ല വിട്ട് കഴിഞ്ഞാൽ പിന്നെ കാറ്റടിച്ച പനിയാണ്. അങ്ങനെ അവന് ചെറിയ പനിക്കോളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ക്ഷീണവും വേദനയൊക്കെ ഉണ്ടായിരുന്നു, ബോഡി പെയിനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ യാത്രകളൊക്കെ കണ്ട് നല്ല കോടയൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ അങ്ങോട്ട് പോയ വഴിക്ക് അമ്പും പാലും പിന്നെ ഉറങ്ങിപ്പോയി. ഫോറസ്റ്റ് ഒക്കെ കഴിഞ്ഞ് മുമ്പോട്ട് ചെന്നപ്പോഴത്തേന് വളഞ്ഞങ്ങാനം വാട്ടർഫോൾസ് കണ്ടു കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ കുറച്ച് പേര് ഇറങ്ങി സ്പെൻഡ് ചെയ്തു. എൻ്റെ മക്കൾക്ക് രണ്ടുപേർക്കും പിന്നെ വെള്ളത്തിൽ കളിക്കാൻ ഇഷ്ടമായതുകൊണ്ട് വെള്ളം കണ്ടപ്പോൾ ഒരു പ്രത്യേക സന്തോഷമായിരുന്നു കേട്ടോ ഉറങ്ങുന്നത്. അവിടെ നിൽക്കാനാണ് അമ്പുവിൻ്റെ കൂടെ. അമ്പും പാലും കൂടെ വെള്ളത്തിന് അടുത്ത് നിന്ന് കാണാമെന്ന് പറഞ്ഞ് ഭയങ്കര വഴക്കായിരുന്നു. അങ്ങനെ തിരക്കൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മളിതാ താഴോട്ട് ഇറങ്ങി പോയേ. മേളിൽ നിന്ന് കാണുന്നതിനെക്കാട്ടിലും അടിപൊളിയാണ് കേട്ടോ താഴെ നിന്നുകൊണ്ട് അടുത്ത് നിന്ന് കാണാനൊക്കെ ഉണ്ട്. അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ പോകാൻ പോകുന്നത് കുറ്റിക്കാനത്തോട്ടാണ്. കുറ്റിക്കാനത്ത് പോയ വഴിക്ക് തന്നെ കാണാൻ നല്ല രസമായിരുന്നു. കോടമഞ്ഞൊക്കെ മൂടി നല്ല തണുപ്പുണ്ടായിരുന്നു. തേയിലത്തോട്ടമൊക്കെ ഒരുപാട് കണ്ടു കേട്ടോ. അങ്ങനെ ഞങ്ങളൊരു സ്പോട്ടിൽ വണ്ടി നിർത്തിയിട്ട് അവിടെ കയറി തേയിലത്തോട്ടത്തിലൊക്കെ നടന്ന് ഒരുപാട് റീലും ഫോട്ടോസും ഒക്കെ എടുത്തു. അമ്പുകുട്ടാ ഹൊയ്യാ ഹൊയ്. അങ്ങനെ അമ്പൂനെ ഇറക്കി വിടാനെ കൊണ്ട് അവൻ ഭയങ്കര വഴക്കായിരുന്നു കേട്ടോ. എനിക്കിതൊക്കെ കണ്ടപ്പോൾ സിനിമയൊക്കെ ഓർമ്മ വന്നു. അങ്ങനെ എൻ്റെ കുറെ കോപ്രായങ്ങളൊക്കെ ചേട്ടാ അവിടെ നിന്ന് ഞാൻ കാണാതെ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നേ. ഈ സോപ്പ് ഇടുന്നത് വേറൊന്നിനും അല്ല കേട്ടോ. ഞാൻ മുമ്പേ വീഡിയോ എടുത്തപ്പോൾ ചിരിച്ചില്ല എന്ന് പറഞ്ഞതിന് വഴക്ക് പറഞ്ഞപ്പം പിണങ്ങിയതിനാണേ. അങ്ങനെ സോപ്പിടിയിലൊക്കെ കഴിഞ്ഞ് നല്ല കാഴ്ചയൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ അവിടുന്ന് വീണ്ടും വണ്ടി കയറി. നമ്മളിപ്പം വന്ന വഴിക്ക് വളഞ്ഞങ്ങാനം വാട്ടർഫോൾസ് കണ്ടു. അവിടുന്ന് നേരെ നമ്മൾ നല്ല കോടമഞ്ഞൊക്കെയുള്ള തേയിലത്തോട്ടത്തിൽ കയറി കേട്ടോ. അവിടെ ഒരുപാട് നേരം സ്പെൻഡ് ചെയ്തു, അടിപൊളിയായിരുന്നു. പിന്നെ ഇനി നമ്മൾ നേരെ പോകുന്നത് വാഗമണ്ണോട്ടാണ്. ബാലു ഹാപ്പി ആയിരുന്നോ? ഇഷ്ടപ്പെട്ടോ സ്ഥലങ്ങളൊക്കെ? ഇഷ്ടപ്പെട്ടു. ഉണ്ടായിരുന്നു. എവിടെ കയറിയതാ ഒത്തിരി ഇഷ്ടപ്പെട്ടത്? തേയിലത്തോട്ടത്തില്. അവിടെ ആകുമ്പോ നടന്ന് വരകാൻ ഇഷ്ടം പോലെ സ്ഥലം ഉണ്ടായിരുന്നു അല്ലേ അമ്പു? നോണ്ട് നോക്കി പറഞ്ഞോ. ക്യാമറയ്ക്കല്ല മൈക്കിനാ. മൈക്ക് കൊടുത്ത കുഞ്ഞു കാര്യം പറയട്ടെ. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടം പെട്ടു. എന്തൊക്കെ കണ്ടു കുഞ്ഞ? തേയിലത്തോട്ടം കണ്ടു. ആ പിന്നെ വെള്ളച്ചാട്ടം കണ്ടെന്ന് പറഞ്ഞു. ഇനി എവിടാ പോകുന്നേ? വാഗമണ്ണ് അടിച്ചു പൊളിച്ചിട്ട് വരാന്ന് പറ. പിന്നെ നമ്മുടെ തങ്കുന്ന് അവിടെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അവൻ ചിരിക്കാൻ കളിക്കുക സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നെങ്കിലും അവൻ ഒട്ടും വയ്യായിരുന്നേ. അങ്ങനെ നമ്മളിതാ വാഗമണ്ണ് എത്തിയിട്ടുണ്ട്. വാഗമണ്ണ് മുട്ടക്കുന്നിന്റെ സ്പോട്ടിലാണ് നമ്മൾ എത്തിയേക്കുന്നത്. അപ്പം തങ്കുവിന് പനി ആയതുകൊണ്ട് തന്നെ തണുപ്പടിച്ച് ഇനി പനി കൂടുമെന്ന് പേടിച്ച് അവൻ വന്നില്ല. നിങ്ങൾ പോയിട്ട് വാ, ഞാൻ ഉറങ്ങിക്കോളാന്നും പറഞ്ഞ് വണ്ടിയിൽ ഇരിപ്പുണ്ട്. നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തത് അകത്ത് കയറിയിട്ടുണ്ട്. ഇവിടെ വന്നപ്പോൾ ഒരുപാട് ദൂരം നടക്കാനുണ്ടായിരുന്നു കേട്ടോ. വാഗമണ്ണ് എത്തിയിരിക്കുകയാണ്. നല്ല ക്ലൈമറ്റ് ആണ് കേട്ടോ. ഒരുപാട് പേരുണ്ട്, നല്ല തിരക്കുണ്ട്. എങ്ങനെയുണ്ട് ഇവിടെ കണ്ടിട്ട്? എന്തോ തോന്നി? രസമുണ്ടോ?
ഇവിടെ എത്തിയിട്ട് മേപ്പോട്ട് നോക്കിയപ്പോൾ ഒറിജിനലായിട്ട് കിളികൾ പറക്കുന്ന ഒരു ഫീലായിരുന്നു കേട്ടോ ഞങ്ങൾക്ക്. അപ്പം ഈ കുന്നിൽ കയറണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു, പക്ഷെ കയറാൻ പറ്റിയില്ല, നമുക്ക് അതിനുള്ള സമയം കിട്ടിയില്ല. ചേട്ടാ ഞങ്ങളെ ഇവിടെ നിർത്തിയിട്ട് പട്ടം വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞ് പോയിട്ടുണ്ടേ. അങ്ങനെ ഞാൻ രണ്ടുപേർക്കും പട്ടം വാങ്ങിച്ചുകൊണ്ട് പോവാണ്. രണ്ടുപേരും വഴക്കൊക്കെ ഇട്ട് അപ്പോൾ ഇനിയിപ്പം പട്ടം കൊണ്ട് കൊടുക്കാം. തരത്തില്ല. രണ്ടുപേർക്കൂടെ ഒരു പട്ടമേ വാങ്ങിക്കത്തുള്ളൂ, അഡ്ജസ്റ്റ് ചെയ്ത് രണ്ടുപേരുടെ കളിച്ചോണമെന്ന് പറഞ്ഞാണ് കേട്ടോ ചേട്ടാ ഇവിടുന്ന് പോയത്. അപ്പോൾ രണ്ടുപേർക്കൂടെ 2 പട്ടം കണ്ടപ്പോഴത്തേനുള്ള സന്തോഷമാണ് നിങ്ങളിപ്പോൾ കണ്ടത്. അതിനിടയ്ക്കാണ് അമ്പു വീണത്. നമ്മുടെ അമ്പുവിന്റെ നിലവിളിയാണ് കേട്ടോ നിങ്ങളിപ്പോൾ കേട്ടത്. അങ്ങനെ ഞാൻ അമ്പുവിനെ വഴക്ക് പറഞ്ഞിട്ടുള്ളപ്പോഴാണ് അവൻ്റെ അടുത്ത് വഴക്കിന് വന്നത്. എൻ്റെ പട്ടം ഇവിടത്താന്നും പറഞ്ഞു. അങ്ങനെ ഞാൻ പട്ടം തിരിച്ചു കൊടുത്തു. സത്യം പറഞ്ഞാൽ പിള്ളേർക്ക് പട്ടം വാങ്ങിച്ചെങ്കിൽ ഇവിടെ ഞാനും ചേട്ടയാണ് കൂടുതൽ പട്ടം പറത്തി കളിച്ചത്. പട്ടം പറത്തി തുടങ്ങിയാൽ പിന്നെ നിർത്താനേ തോന്നത്തില്ല കേട്ടോ. നമുക്കിത് ഉയരത്തിലോട്ട് പോകുന്തോറും വീണ്ടും വീണ്ടും പറത്തി വിടാനുള്ള ടെൻഡൻസി കൂടിക്കൊണ്ടേയിരിക്കും. അങ്ങനെ കുറേ നേരം അവിടെ നിന്ന് കേട്ടോ പട്ടമൊക്കെ പറത്തിക്കൊണ്ട് നമ്മുടെ അമ്പുകൂടെ നല്ല ആസ്വദിച്ച് ചെറിയ ഡാൻസ് ഒക്കെ കളിച്ചുകൊണ്ടാണ് പട്ടം പറത്തുന്നത്. അങ്ങനെ അവിടുന്ന് നേരെ നമ്മൾ ചായ കുടിക്കാൻ വന്നു കേട്ടോ. ചായ കുടിക്കാനിരിക്കുന്ന സ്പോട്ടൊക്കെ നല്ല ഭംഗിയാണ് കാണാൻ. ചൂട് ചായ അവൻ ചായ കാണിക്കാൻ വന്നത് ഓടി. ഞാൻ ചായ കുടിച്ചത് കാണിച്ചപ്പോഴത്തേനും ഓടി വന്നതാണ് കേട്ടോ അവൻ അവന്റെ ചായ കാണിക്കാനെ കൊണ്ട്. ചേട്ടാ ഇവിടുന്ന് ചിപ്സ് കഴിക്കുന്നുണ്ട്, എന്നെ കണ്ടപ്പോഴത്തേനും മുഖം മറച്ചു പിടിക്കുന്നുണ്ട്. നമ്മുടെ അമ്പുത അവിടെ നിന്ന് ഭയങ്കര കുരുത്തക്കേടായിരുന്നു. അവൻ്റെ അടുത്ത് നോക്കാൻ പറഞ്ഞപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ നോക്കിയത്. കാക്കയുടെ കൂട്ട് പറന്നു പോവാണോ? കൊള്ളാവോ? രസമുണ്ട്. ഇവിടെല്ലാം മുറുക്കി പിടിച്ചോണം. നമ്മൾ ചായയൊക്കെ കുടിച്ചിട്ട് തിരിച്ചു വന്നപ്പോഴത്തേനും വീണ്ടും മഞ്ഞ് മൂടിയിട്ടുണ്ടേ കുന്നിന്റെ മുകളിൽ. നമ്മുടെ അപ്പുറത്തെ സൈഡിൽ നിൽക്കുന്നവരെ ഒന്നും കാണാനേ പറ്റത്തില്ലായിരുന്നു കേട്ടോ, അതുപോലെ മഞ്ഞായിരുന്നു. ബാലു ഓടി എൻ്റെ അടുത്ത് വന്നിട്ട് അമ്മച്ചി എനിക്ക് തണുക്കുന്നെന്നും പറഞ്ഞ്. അത് കണ്ടുകൊണ്ട് അമ്പു മടി കയറിയിട്ടുണ്ട് എൻ്റെ. പിന്നെ ബാലു ഓടി പോകുന്ന കണ്ടപ്പോഴത്തേനും വെരുകു ഞൊളയ്ക്കുന്ന പോലെ അവനും ഞൊളച്ച് താഴെ ഇറങ്ങിപ്പോയി കേട്ടോ. എൻ്റെ കൈയൊക്കെ നല്ല തണുത്തും മരവിച്ച് നന്നായിട്ട് വിറയ്ക്കുന്നുണ്ടായിരുന്നു, അതുപോലെ തണുപ്പായിരുന്നു. പിന്നെ അപ്പനും മക്കളും കൂടെ അവിടെ ഭയങ്കര ഡാൻസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇടയ്ക്ക്. അടുത്തതായിട്ട് നമ്മുടെ ബാലൂട്ടിയുടെ മൂൺ വോക്ക് ആണ് കേട്ടോ. ഇതിപ്പോ ഞങ്ങൾ ആദ്യമായിട്ടാണ് അവനിങ്ങനെ ചെയ്യുന്നത് കാണുന്നത്. അവിടെ പട്ടം പ്രിപ്പയർ ചെയ്യുക. ഒരു പട്ടം പാല് കൊണ്ട് കളഞ്ഞ കേട്ടോ, നല്ല ഓറഞ്ച് പട്ടം അവൻ്റെ കയ്യിൽ നിന്ന് പറന്ന് കാട്ടിപ്പോയി. അങ്ങനെ ഞങ്ങൾ തിരിച്ചു കയറിയിട്ട് വീണ്ടും കുറേ നേരം പട്ടം പറത്തി കേട്ടോ. ഞാൻ പറഞ്ഞില്ല, ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നിർത്താനേ തോന്നത്തില്ല, അത്രയ്ക്ക് അടിപൊളിയാണ് കേട്ടോ. ഇതിങ്ങനെ മേപ്പോട്ട് പറക്കുന്തോറും നമുക്ക് ഭയങ്കരമായിട്ട് ആകാംക്ഷ കൂടിക്കൊണ്ടേയിരിക്കും. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയതാ, ഞങ്ങളെ ഇങ്ങനെ വിട്ടേരെ, ഞങ്ങൾക്ക് നേരത്തെ അറിയാവുന്ന സ്ഥലമാണെന്നുള്ള രീതിയിലാണ് കേട്ടോ രണ്ടുപേരുടെയും പോക്ക്. അങ്ങനെ നമ്മളത് അപ്പുറത്തെ സൈഡിലോട്ടാണ് ഇനി പോകുന്നത്. അങ്ങനെ നമ്മൾ അടുത്ത കുന്നിന്റെ മണ്ടയിൽ വന്നേക്കുവാണേ. ഞങ്ങൾക്ക് ആ കാണുന്ന ബോട്ടിൽ കയറണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ അവിടെ നിന്ന് നോക്കിയിട്ട് ആരെയും കണ്ടില്ല കേട്ടോ. കുരുത്തക്കേട് കഴിഞ്ഞ് അമ്പൂ ഇരിക്കുക. പഠിക്കോ കുരുത്തക്കേട് കഴിഞ്ഞ് റെസ്റ്റ് എടുക്കാനിരിക്കുക അല്ലേ അമ്പുടു? ആണോ? ആണോ? ഇവിടെ ഒരുപാട് പട്ടം പറന്നു പോകുന്നത് കൊണ്ട് ഞാൻ പിന്നെ കാട്ടിലിറങ്ങി സാഹസികമായിട്ട് 2 പട്ടം കൊണ്ടുപോകും. ഒരു വട്ടം പോയപ്പോൾ 2 പട്ടം. അങ്ങനെ നമ്മുടെ ഇവിടുത്തെ കറക്കമൊക്കെ കഴിഞ്ഞ് നമ്മളിതാ തിരിച്ചിറങ്ങാൻ പോവുകയാണ്. തിരിച്ചിറങ്ങി പോയി അങ്ങ് താഴെ ചെന്നതിന് ശേഷമാണ് കേട്ടോ ഞങ്ങൾ കണ്ടത് ചേട്ടയുടെ കാലിൽ നല്ല പണി കിട്ടിയിട്ട് നിൽക്കുവാണ്. ആ പട്ടം എടുക്കാൻ പോയ വഴിക്കെങ്ങാണ്ട് കിട്ടിയതാണ്. നല്ല അട്ട കടിച്ചിരിക്കുവാണ്. അത്യാവശ്യം നന്നായിട്ട് ചോരയൊക്കെ കുടിച്ച് വീർത്തിരിക്കുമായിരുന്നു. നമ്മളിത് അത് കഴിഞ്ഞ് പർച്ചേസൊക്കെ ചെയ്തു. അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ നമ്മൾ വാങ്ങിച്ചിട്ടുള്ളായിരുന്നു. നമ്മൾ പിന്നെ ഫുഡായിരുന്നു കേട്ടോ കൂടുതൽ വാങ്ങിച്ചത്, കഴിക്കാനായിട്ട് ഉപ്പിലിട്ടത് അങ്ങനെയുള്ള ഐറ്റംസ് ആയിരുന്നു കൂടുതൽ വാങ്ങിയിട്ടുള്ളത്. ആ കടയിലെ ആൻറ്റി അവന് വെറുതെ 2 മാങ്ങ കൊടുത്തിട്ടുണ്ടായിരുന്നു, അതും കഴിച്ചുകൊണ്ട് വരുവാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വണ്ടിയിൽ കയറി അടുത്ത യാത്ര മുമ്പോട്ട് പോവുകയാണ്. റോഡിലൊക്കെ അത്യാവശ്യം നല്ല കോടയായിട്ടുണ്ട്. നമ്മൾ അങ്ങോട്ട് പോയപ്പോഴത്തെ ഒരു ക്ലൈമറ്റേ അല്ലായിരുന്നു കേട്ടോ തിരിച്ചു വന്നപ്പോൾ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം റോഡിലൊക്കെ ഇറങ്ങി നിന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ക്ലൈമറ്റ് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എനിക്ക് തണുപ്പൊന്നും ഒരു വിഷയമല്ലാത്തതുകൊണ്ട് ഞാൻ ചേട്ടടുത്ത് പറയുമായിരുന്നു നമുക്ക് താമസിച്ച് പോയാൽ മതി, ഇപ്പോൾ പോകണ്ടെന്ന് പറയുമായിരുന്നു. അങ്ങനെ ഐസ്ക്രീം വണ്ടി കണ്ടപ്പോൾ ഞാൻ ചേട്ടടുത്ത് വഴക്കിട്ട് 2 ഐസ്ക്രീം വാങ്ങിപ്പിച്ചു കേട്ടോ. ഈ തണുപ്പത്ത് ഐസ്ക്രീം കഴിക്കാൻ ഒരു മോഹം. അപ്പം നമ്മൾ ഐസ്ക്രീം ഒക്കെ വാങ്ങിയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേനും ബാലുത എൻ്റെ ഒരെണ്ണം അടിച്ചു മാറ്റിക്കൊണ്ട് പോയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ പോകുന്നത് ഫുഡ് കഴിക്കാനാണ് കേട്ടോ. നമ്മൾ ഇത്രയും നേരമായിട്ടൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ഫുഡ് കഴിക്കാൻ കയറിയ ഹോട്ടലിൽ നിന്ന് അടിപൊളി കാഴ്ചയായിരുന്നു. ആ വാഷ്റൂമിന്റെ ബാക്കിൽ നിന്നുള്ള വ്യൂ കാണാനെ കൊണ്ട് നല്ല രസമായിരുന്നു കേട്ടോ. അതാണ്ട് കണ്ടില്ലേ, കോടമഞ്ഞും ഒക്കെ അടിപൊളിയായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാനിരുന്നു. ഫുഡ് ചപ്പാത്തി, ചിക്കൻ കറി, ബിരിയാണി, നൂഡിൽസ് ഇതൊക്കെ മാത്രം നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളായിരുന്നു. നമ്മൾ വാരി വലിച്ച് ഫുഡൊന്നും വേസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മുടെ യാത്ര ഇന്നിവിടെ അവസാനിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ ആദ്യത്തെ ഫുൾ ലെങ്ത് വീഡിയോ ആണിത്. നമ്മൾ ഷോർട്ട് വീഡിയോസ് മാത്രമേ ഇട്ടിട്ടുള്ളായിരുന്നു.
അപ്പം കുറെ നാളുകൊണ്ട് ആഗ്രഹിക്കുകയാണ് ഫുൾ ലെങ്ത് വീഡിയോ ഇടണമെന്ന്. അതുകൊണ്ട് നമ്മൾ ഇന്നങ്ങ് ഫിക്സ് ചെയ്തു. ഒന്ന് ടെസ്റ്റ് അടിക്കാന്ന് വിചാരിച്ച് ചെയ്തതാണ്. എന്തായാലും എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ കാണും, എല്ലാവരും അത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ മെയിൻ ആയിട്ട് നമ്മളിന്ന് ട്രിപ്പിന് വന്നതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ കൊണ്ട് അമ്പൂനും ബാലുവിനും വേണ്ടി മാത്രം ഇറങ്ങിയ ട്രിപ്പാണിത്. ഞങ്ങൾക്ക് എൻജോയ് വേണ്ടി ഇറങ്ങിയതല്ല, അവരെ മാക്സിമം ഹാപ്പി ആക്കണം എന്നുള്ള ഒരു ഇതിൽ ഇറങ്ങിയതാണ് കേട്ടോ. ഞങ്ങൾ വൺ ഡേ ട്രിപ്പാണ് പ്ലാൻ ചെയ്തത്. നമുക്ക് അതിനുള്ള സമയം ഉള്ളായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ബാലു? കൊള്ളായിരുന്നു. ഇഷ്ടപ്പെട്ടോ? ഹാപ്പിയാണോ? അമ്പുക്കുട്ടൻ ഹാപ്പിയാണോ? ഹാപ്പിയാ. ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ എല്ലാരോടും ഇഷ്ടപ്പെട്ടു. അളിയന് വന്നപ്പോ തൊട്ട് ചെറിയൊരു പനിയുടെ കോൾ ഉണ്ടായിരുന്നു. അവിടെ വന്നിട്ട് പിന്നെ പുള്ളി ഇറങ്ങിയല്ല പുറത്ത്. പുള്ളി പറഞ്ഞ ഉറങ്ങുവാന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഇടയ്ക്ക് കാണാഞ്ഞത്, അല്ലാതെ വേറൊന്നും കൊണ്ടും അല്ല കേട്ടോ. പുള്ളി കിടപ്പായി പോയി. പിന്നെ ഞങ്ങൾ ഗുളിയൊക്കെ വാങ്ങിച്ചു കൊടുത്തു. സോ കുഴപ്പമില്ല, സെറ്റായി. ഒരു ഹായ് കാണിച്ചു, കാരണം പുറകെ ഇരിപ്പുണ്ട്. നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. ഇനിയും നമ്മള് ഫുൾ ലെങ്ത് വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് ഇടാനെ കൊണ്ട് ശ്രമിക്കും. അതെ, അതുപോലെ തന്നെ നമ്മുടെ പിന്നെ ഇൻസ്റ്റാഗ്രാം പേജ്, ഫേസ്ബുക്ക് പേജ് ഉണ്ട്. അതെല്ലാം ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം. അപ്പൊ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്താലോ? ചെയ്യാം. അപ്പൊ എല്ലാവരും ഒരു ബൈ പറഞ്ഞേ. ബൈ.